Good morning, students. At the university question, using Newton-Raphson methods, compute the real root of x cube minus 2x minus 5 equals 0, correct to 5 decimal places. Therefore, 2018 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ്. ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡിന്റെ ഫോർമുല എന്താണ്? xn plus 1. നമ്മുടെ ഫോർമുല ഏതാണ്? xn plus 1 is equal to xn minus f of xn by f dash x. ഇതാണ് ഫോർമുല. Where f dash xn not equal to 0, n equal to 0, 1, 2, 3, etc. അപ്പോൾ ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡിലെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? xn plus 1 is equal to xn minus f of xn by f dash x. ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലത്തിലെ f of x എന്ന് പറയുന്നത് എന്താണ്? x cube minus 2x minus 5 എന്നാണ്. അപ്പോൾ f dash x എന്തായിരിക്കും? f dash x എന്ന് പറഞ്ഞാൽ 3x square minus 2 f of x നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3x സ്ക്വയർ വരും, minus 2x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -2 വരും. ഇനി therefore f of x എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അതിൽ നമുക്ക് നമ്മുടെ ഫോർമുലയെ ഒന്ന് മോഡിഫൈ ചെയ്യാം. നമ്മുടെ ഫോർമുലയെ നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോവാണ്. അപ്പൊ xn plus 1 is equal to xn minus f of xn എന്ന് പറഞ്ഞാൽ ഈ x ന്റെ സ്ഥാനത്ത് xn കൊടുക്കുക. അപ്പൊ xn ക്യൂബ് minus 2xn minus 5 divided by f dash xn x ന്റെ സ്ഥാനത്ത് xn കൊടുക്കുക 3xn square minus 2. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3xn ക്യൂബ് minus 2xn minus xn ക്യൂബ് plus 2xn plus 5 divided by 3xn square minus 2. ഇതിലെ 2xn ഉം 2xn വിട്ടുകളയാം. 3xn ക്യൂബിന് xn ക്യൂബ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് xn plus 1 എന്നുള്ള ഫോർമുല കിട്ടുന്നത് എന്താ നോക്കിയേ? 3xn ക്യൂബിന് xn ക്യൂബ് കുറയ്ക്കുമ്പോൾ 2xn ക്യൂബ്, പിന്നെ നമുക്ക് എന്താ വരുന്നത്? പ്ലസ് 5 ഡിവൈഡഡ് ബൈ താഴെ എന്താണ്? 3xn സ്ക്വയർ മൈനസ് 2. അപ്പൊ നമ്മുടെ ഫോർമുലയെ നമ്മുടെ പ്രോബ്ലമായിട്ട് കണക്ട് ചെയ്ത് ഫോർമുലേനെ പുതിയൊരു ഫോർമുലയാക്കി മാറ്റി. ആ ഫോർമുല ഏതാണ്? 2xn ക്യൂബ് പ്ലസ് 5 ഡിവൈഡഡ് ബൈ 3xn സ്ക്വയർ മൈനസ് 2. അപ്പൊ ഫോർമുല നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോണത് ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ ആണ്. അത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് 2x മൈനസ് 5 ആണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 0 എത്ര കിട്ടും? 0 മൈനസ് 5 നെഗറ്റീവ് എന്നാണ്. എഫ് ഓഫ് 1 എത്ര കിട്ടണേ? എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2 മൈനസ് 5. അപ്പോൾ നമുക്ക് -2, അപ്പോൾ നമുക്ക് -6 വരും. അപ്പോൾ നെഗറ്റീവ് ആണ്. എഫ് ഓഫ് 2 കൊടുക്കുക. എക്സിന് 2 കൊടുക്കുമ്പോൾ 2 4 8 മൈനസ് 4 മൈനസ് 1. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? -1 നെഗറ്റീവ് ആണ്. ഈ എഫ് ഓഫ് 3 9 27 മൈനസ് 6 മൈനസ് 5. അപ്പൊ 27 നിന്ന് 11 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 16 കിട്ടും. അത് പോസിറ്റീവ്. അപ്പോ എഫ് ഓഫ് 2ന്റെ വാല്യൂ നമുക്ക് നെഗറ്റീവ് കിട്ടി, എഫ് ഓഫ് 3യുടെ വാല്യൂ നമുക്ക് പോസിറ്റീവ് കിട്ടി. ഇതില് മോഡുലസ് ഓഫ് എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. മോഡുലസ് ഓഫ് എഫ് ഓഫ് 3 എന്ന് പറയുന്നത് എത്രയാണ്? മോഡുലസ് എഫ് ഓഫ് 3 എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് 16 ദാറ്റ് ഈക്വൽസ് 16. Therefore മോഡുലസ് ഓഫ് എഫ് ഓഫ് 2 ലെസ് ദാൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് 2. അപ്പൊ നമ്മള് ഇവിടെ x0 ആയിട്ട് എടുക്കേണ്ടതാണ്. x0 ആയിട്ട് നമ്മൾ ഇവിടെ എടുക്കേണ്ടത് 2. ഇവിടെ x0 ആയിട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. x0 ചെയ്തെടുക്കണം എന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇവിടെ മോഡുലസ് എഫ് ഓഫ് 2 ലെസ് ദാൻ എഫ് ഓഫ് 3 ആയതിന്റെ പേരിൽ നമ്മൾ x0 എന്ന് പറയുന്നത് എന്തെടുക്കണം? x0 എന്നുള്ളത് 2 എടുക്കും. ഇനി നമ്മള് നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് x1 x2 x3 x4 കണ്ടുപിടിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ രണ്ട് വാല്യൂ നമ്മൾ കോയിൻസൈഡ് ചെയ്യുമ്പോൾ അതായിരിക്കും നമ്മുടെ ഈ ഇക്വേഷന്റെ റൂട്ട് ആയിട്ട്. അപ്പൊ നമുക്ക് x0 നമ്മൾ ഡിസൈഡ് ചെയ്തു. x0 എങ്ങനെ ഡിസൈഡ് ചെയ്തു? ഇങ്ങനെ നമ്മൾ x-ന്റെ വാല്യൂ 0 1 2 3 കൊടുത്തപ്പോൾ നെഗറ്റീവും പോസിറ്റീവും കയറി വന്നു. ഇവിടെ എഫ് ഓഫ് 2 നെഗറ്റീവ് കിട്ടി, എഫ് ഓഫ് 3 പോസിറ്റീവ് കിട്ടി. മോഡുലസ് എഫ് ഓഫ് 2 മോഡുലസ് എഫ് ഓഫ് 3 ചെറുതായതിന്റെ പേരിൽ x0 നമ്മൾ 2 ആയിട്ട് എടുക്കും. ഇനി നമ്മൾ x1 x2 x3 ഒക്കെ ഓരോന്ന് കണ്ടുപിടിക്കാം. അത് നമുക്ക് കാൽക്കുലേറ്ററിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്
n equal to 0. n equal to 0 ആകുമ്പോൾ ഇവിടെ x1 is equal to എത്ര വരും? 2x0 cube plus 5 divided by 3x0 square minus 2. കണ്ടോ? ഈ x0 x ന്റെ സ്ഥാനത്ത് x0 ആവും. എന്നിട്ട് ഈ x0 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2 4 8 plus 5 divided by 3 into ഇവിടെ x0 ന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. 2 സ്ക്വയർ അപ്പോൾ 4 വരും minus 2 16 16 5 21 4 12 12 minus 2 10. അപ്പൊ നമുക്ക് x1 ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 2.1 എന്ന് കിട്ടും. ഇനി അതുപോലെ n equal to 1 കൊടുക്കാം. n equal to 1 കൊടുക്കുമ്പോൾ നമുക്ക് x2 കിട്ടും. x2 ന്റെ വാല്യൂ കിട്ടുന്നത് എത്രയാണ്? ഇവിടെ 2 into x1 cube plus 5 divided by 3 into x1 square minus 2. 2 into x1 ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 2.1 whole cube plus 5 divided by 3 into x1 square 2.1 square minus 2. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? ആ വാല്യൂ നേരിട്ട് എഴുതാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റും. 2.09457. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. 2 into 2.1 whole cube plus 5 divided by 3 into 2.1 whole square minus 2. അത് നിങ്ങൾ കാൽക്കുലേറ്റർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 2.09457 എന്നാണ് കിട്ടുന്നത്. അപ്പൊ x2 ന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി അടുത്ത n is equal to 2 കൊടുക്കാം. n is equal to 2 കൊടുക്കുമ്പോൾ x3 കിട്ടും. x3 കിട്ടാനായിട്ട് 2 into x2 cube plus 5 divided by 3 into x2 square minus 2. ഈ ഫോർമുലയിലാണ് കൊടുക്കുന്നത്. അപ്പൊ x2 എന്ന് കൊടുത്തത് x2 ന്റെ വാല്യൂ നമുക്ക് അറിയാം. 2 into 2.09457 whole cube plus 5 divided by 3 into 2.09457 whole square minus 2. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2.09455. ഇത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2.09455. ഇനി അടുത്ത വാല്യൂ കണ്ടുപിടിക്കാം. അടുത്ത വാല്യൂ n is equal to 3 കൊടുക്കാം. n is 3 കൊടുക്കുമ്പോൾ നമുക്ക് x4 കിട്ടും. x4 x3 കിട്ടി, x4 കിട്ടും. x4 കിട്ടാനായിട്ട് 2 into x3 cube plus 5 divided by 3 into x3 square minus 2. 3 into x3 square minus 2. അപ്പൊ നമുക്ക് 2 into x3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2.09455 whole cube plus 5 divided by 3 into x3 എന്ന് പറഞ്ഞാൽ 2.09455 whole square minus 2. 2.09455 whole cube plus 5 divided by 3 into 2.09455 whole square minus 2. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2.09455 എന്നാണ് കിട്ടുന്ന ആൻസർ. അപ്പൊ നമ്മുടെ x4 x3 കോയിൻസൈഡ് ചെയ്തു. x4 x3 കോയിൻസൈഡ് ചെയ്തു. Therefore approximate root is root is എത്രയാണ് ആൻസർ? 2.09455. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ചെയ്യുന്നത്. ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ് വെച്ച് ചെയ്യുന്നത്. ഇത് ഏപ്രിൽ 2018 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ ആദ്യം തന്നെ ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡിൽ ഫോർമുല അറിഞ്ഞിരിക്കണം. എന്താണ് നമ്മുടെ ഫോർമുല? xn plus 1 is equal to xn minus f of xn by f dash xn. അതാണ് ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡിന്റെ ഫോർമുല. ആ ഫോർമുല നമ്മുടെ പ്രോബ്ലവുമായിട്ട് കണക്ട് ചെയ്ത് അതിനകത്ത് സിംപ്ലിഫൈ ചെയ്ത് ആക്കി വെക്കുക. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫോർമുല 2xn cube plus 5 by 3xn square minus 2 എന്ന് കിട്ടും. ഇനി നമുക്ക് x0 ഏതാണ് എടുക്കേണ്ടത്? അത് എടുക്കാനായിട്ട് തന്നിരിക്കുന്ന പോളിനോമിയൽ ഇക്വേഷൻ x equals 0 1 2 3 കൊടുത്തു കഴിയുമ്പോൾ 2 നെഗറ്റീവ് കിട്ടും, 3 പോസിറ്റീവ് കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലാവും the root lies between 2 and 3 എന്ന് മനസ്സിലാവും. 2 നും 3 നും ഇടയ്ക്കാണ് വാല്യൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മോഡുലസ് എഫ് ഓഫ് 2 എടുക്കാം, മോഡുലസ് എഫ് ഓഫ് 3 എടുക്കാം. ഇവിടെ മോഡുലസ് എഫ് ഓഫ് 2 ലെസ് ദാൻ മോഡുലസ് എഫ് ഓഫ് 3 ആയതുകൊണ്ട് x0 2 ആയിട്ട് എടുക്കാം. അപ്പൊ x0 2 ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ x1 കണ്ടുപിടിക്കുക, x2 കണ്ടുപിടിക്കുക, x3 കണ്ടുപിടിക്കുക. ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റർ ടകേന്ന് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു 3-4 ഐറ്ററേഷൻ ചെയ്ത് കഴിയുമ്പോൾ x1ന്റെ വാല്യൂ 2.1 കിട്ടി, x2ന്റെ വാല്യൂ 2.09451 കിട്ടി, x3യുടെ വാല്യൂ 2.09455 കിട്ടി, അടുത്ത x4ന്റെ വാല്യൂ 2.09455 കിട്ടി. അങ്ങനെ രണ്ട് വാല്യൂ കോയിൻസൈഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിന്റെ റൂട്ട് എന്ന് പറയുന്നത് 2.09455. ഇങ്ങനെയാണ് ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ് ഉപയോഗിച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ്, ഏപ്രിൽ 2018 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഓക്കെ.